ഹലോ മൈ ഗൈസ്. അപ്പോ ഇന്നത്തെ പരിപാടി ക്യാമറ ഓൺ ആക്കിയപ്പോ തന്നെ ക്യൂട്ട്നെസ് കൂടാൻ വേണ്ടി അപ്പോ നിങ്ങളെല്ലാരും പറഞ്ഞ Q&A കൊറേ ചോദ്യം ചോദിച്ചേക്കണ്. ഏകദേശം എത്ര ഉണ്ടടാ? 54 ചോദ്യം. എല്ലാരും അജ്മല് സിംഗിൾ ആണോ, അജ്മലിന് കുട്ടിയുണ്ടോ, ഷാഹിദിന് കുട്ടിയുണ്ടോ, എത്ര കുട്ടികളുണ്ട്, അജ്മലിന്റെ നാടോ, ഇമാതിരി ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാത്തിനും ഉത്തരം നമ്മൾ തുടങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അജ്മലിന്റെ ഫുൾ നെയിം എന്താ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെ ചോദ്യങ്ങൾ അറിയാം, എന്താ പഠിക്കുന്നത്, ഡെയിലി വ്ളോഗ്സ് ഇടാമോ, എന്തൊക്കെ ചോദ്യം. അപ്പൊ ഏതായാലും തുടങ്ങിയാലെന്താ, ഫസ്റ്റ് തുടങ്ങാം. ഞങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്താം, അതല്ല എന്റെ ഒരു മര്യാദ. ഫസ്റ്റ് ഞാൻ പെടുത്താം. ഓക്കെ, ഡൺ. എന്റെ പേര് മുഹമ്മദ് ഷാഹിദ് അഫ്രീദി. വലിയ പേരാണ്, ഇത്ര ഉണ്ട്, സത്യമായിട്ടുള്ള പേരാണ് മുഹമ്മദ് ഷാഹിദ് അഫ്രീദി. ഇന്റെ വല്യപ്പ മറ്റേ പാകിസ്ഥാൻ കളിക്കാരനാണ്. അപ്പൊ കളി മൂത്ത് പിരാന്തായതുകൊണ്ട് എനിക്ക് ആ പേര് തന്നു, അഫ്രീദി. അങ്ങനെയാണ് പേര് അങ്ങനെ വന്നത്, ഇന്നോടൊന്നും തോന്നരുത്. ഓക്കെ, അജ്മലെ. എന്റെ പേര് മുഹമ്മദ് അജ്മൽ ഈക്കന്റെ ഫുൾ എന്താ? എടക്കണ്ടനാണ് ഈക്കന്റെ ഫുള്ള്. ഇന്റത് MP മണ്ടായപ്പുറം. കളി. അപ്പൊ തുടങ്ങിയാലെന്നാല് ഇത് നോക്കിയാ പോരെ? ഇതൊക്കെ. അപ്പൊ ഫസ്റ്റ് ദ ക്വസ്റ്റ്യൻ ഗോസ് ടു നിങ്ങൾക്കും കോടീശ്വര തുടങ്ങിക്കോളൂ. അജ്മലെ, ഏജ്, ഫസ്റ്റ് ഏജ് 18 വയസ്സ്. 19 എത്ര ഉണ്ട്? 19 ഒക്ടോബറില്. ഷാഹിദിന് 22. ഡേറ്റ് ഓഫ് ബർത്ത് 17/09/2002. 23 ആവാൻ ടൈം ഉണ്ട്. ഞാൻ 24/10/2006. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. യു ഹാവ് എ ഗേൾ ഫ്രണ്ട്. അത് ലാസ്റ്റ് വെച്ചാ പോരെ? അത് ലാസ്റ്റ് വെക്കുള്ളൂ, എന്നാലേ നിങ്ങള് വീഡിയോ ഫുള്ള് കാണുള്ളൂ. എന്നിട്ട് അത് കണ്ട് മണ്ടാനല്ലേ നിങ്ങൾ ഇങ്ങനെ എങ്ങനെ ഫ്രണ്ട്സ് ആയത്? അത് നല്ലൊരു ഇവൻ ഏതാ ഇവിടുന്ന് വലിയ കയറി വന്ന് അങ്ങനെ ചോദിച്ചാല് ഞാൻ പറഞ്ഞുതരാം. ഇവന് ആദ്യം നാട്ടില്, നമ്മളെ നാട് പറഞ്ഞിട്ടില്ലല്ലോ, നാട് ലാസ്റ്റ്. ഞങ്ങളെ നാട്ടില് ഇവന് ഞാൻ പണ്ട് ഫുട്ബോൾ കളിച്ച നേരത്തെ ഈ പാലും കുപ്പിച്ച് ഇങ്ങനെ പെരിക്കോണാണ്. വലിയ അന്തും കുന്തൊന്നും ഇല്ല. അന്ന് ഇച്ചിമുണ്ടി ചക്കൻ. ഞാൻ അന്ന് ഫുട്ബോൾ കളിച്ചാനൊക്കെ അങ്ങനെ പോട്ടാ. ഫുട്ബോൾ കളിച്ചാലല്ല, അവിടെ പോയി തൊള്ളിയും പോക്കിക്കാനറിയില്ല. ഫുട്ബോൾ പറഞ്ഞ സാധനം ഇഷ്ടല്ല. എടാ, ഇങ്ങനെ ഉണ്ടാവും ആണുങ്ങൾ. മലപ്പുറത്ത് ജനിച്ചിട്ട് എല്ലാവർക്കും ആ ഫുട്ബോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഫുട്ബോൾ ഇഷ്ടമില്ലാത്ത എനിക്ക് പേഴ്സണലി കുറച്ച് താല്പര്യം കുറവാണ്. തെറ്റിന്റെ ഭാഗത്തല്ല, ഷട്ടിൽ കളിക്കലുണ്ട്, ഷട്ടില് കളിക്കലുണ്ട്, പെണ്ണുങ്ങളെ കളി. അത് പോട്ടെ. അപ്പൊ ബാക്കി ഞങ്ങള് ഫ്രണ്ട്സ് ആയത് ആദ്യം പറഞ്ഞുതരാം. അതായത് എന്റെ ഒരു ഊഹത്തിലാണെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് ആദ്യം ചങ്ങാമാരായിട്ട് എന്താണത്, ചെരിഞ്ഞടി ഒരു ഇഞ്ചിട്ടാ ഇപ്പൊ ഓനെ കാണുന്നുണ്ട്. ഓ തിരിക്കടാ. അപ്പൊ എനിക്ക് ചങ്ങായിമാരായിട്ട് ഒരു 3-4 ആൾക്കാരുണ്ടായിരുന്നു. ഞാന്, റാഷി, ആദർശ്, ഫാരിസ്. പിന്നെ ഞങ്ങളൊരു ഏജ് ആകുമ്പോ നിങ്ങൾക്ക് അറിയാലോ, ഒരു 22 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു 19-20 വയസ്സ് നമ്മൾ ഓരോ പഠിത്തം കഴിഞ്ഞ് ഓരോരുത്തർ ഓരോ ഭാഗത്ത് ഇങ്ങനെ പോകും. പിന്നെ പിന്നെ പൊതുവെ ഇവിടെ നാട്ടിലുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ഓലൊക്കെ ഓരോ ഇതിൽ പോയി. പിന്നെ എനിക്ക് കൂട്ടിന് ആരുമില്ല. ഞങ്ങൾ പരിചയപ്പെടുന്നത് എങ്ങനെ വെച്ചാല്, ഞാനും ഇവിടുത്തെ മറ്റേ SKSF സംഘടനയിലുണ്ട്. അപ്പൊ ഞങ്ങള് വെള്ളിയാഴ്ച ഒന്നും മജ്ലിസുന്നൂറിന് പോകും. മറ്റേ അവിടെ പോയാല് ചായ കിട്ടും, കടി കിട്ടും. എല്ലാ വെള്ളിയാഴ്ചയും കടി പറയരുത്, ഭക്തി. അങ്ങനെ പോകുമ്പോ അവിടുന്ന് ഇപ്പൊ ഇങ്ങനെ മൂക്കൊലിച്ചിങ്ങനെ നടക്കും. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു അല്ലെ. അങ്ങനെ പരിചയപ്പെട്ടു, ഇതുവരെ എത്തി. പക്ഷെ ഞാൻ പരിചയപ്പെടുന്ന അവര് മൊണ്ണേന്. പിന്നെ ഇവനാണ് എനിക്ക് ഓരോ ഐഡിയകൾ പറഞ്ഞു തന്നത്. അയ്യാ, സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാന് തന്തമായി പഠിച്ച ഫോട്ടോ കാണിച്ചു അങ്ങനെ ക്ലീൻ ഷേവ് ആക്കി പിന്നെ പോരാ മോട്ടർ എന്നും ക്ലീൻ ഷേവ് ആക്കി. മോട്ടറാക്കിയതാണ്, സത്യം പറയാനോ ഇവര് മോട്ടറാക്കിയതാ. ഞാൻ കാണിച്ചേ ഇതൊക്കെ താടി വെച്ച് തന്ത. മഴ പെയ്യുന്നു ഗൈസ്. നീ കാണാൻ പറ്റോ? ഇതാ മോന്തൊന്ന് നോക്കി. അങ്ങനെ ഞങ്ങൾ പരിചയമായി. അങ്ങനെ കുറെ മാറ്റങ്ങളായി. അങ്ങനെ മെല്ലെ മെല്ലെ പരിചയമായി. പിന്നെ റീൽ എടുക്കണ പരിപാടി ഒന്ന് തുടങ്ങി നമ്മള്.
അതൊക്കെ ഡിസംബറിൽ. ഞാൻ എന്താ വെച്ചാൽ എന്റെ അടുത്ത് ഫോണില്ലേ, അങ്ങനെ ഫോൺ എടുത്തതിന്റെ ശേഷം ഞങ്ങൾ ഇങ്ങനെ പ്ലാനിലെത്തി മെല്ലെ മെല്ലെ ഇങ്ങനെ അയക്കി ഇറങ്ങിയതാണ്. അങ്ങനെയാണ് ഞങ്ങൾ കമ്പനി ആയത്. ഇനി അജ്മലിന് എന്തേ പറയണ്ട, അതല്ലാതെ കമ്പനി അങ്ങനെ തന്നെ. മഴ ഇരുണ്ട് എത്ര ഒച്ച ഉണ്ടാവും എനിക്കറിയില്ല. അത്ര നോയ്സ് ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞില്ലേ ഞങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആയിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എവിടെയാ പഠിക്കുന്നത്? ആന്റെ പഠിക്കണ പറഞ്ഞോടത്തിന്. ഞാന് ഇന്റേതാണെങ്കിൽ ഞാൻ ഇപ്പൊ ഓൾറെഡി പഠിത്തം കഴിഞ്ഞു. ഞാൻ ലാസ്റ്റ് പഠിച്ചത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അത് പഠിച്ച സ്ഥലം ഇവിടെ തിരൂര് ആമിൻ IT പറഞ്ഞൊരു IT ഉണ്ട്. കോവിഡ് ടൈമിലാണ് പഠിച്ചത് കേട്ടോ. അവിടെ ഉച്ചക്ക് വിടുന്ന പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. അങ്ങനെ പഠിത്തം എഞ്ചിനീയറിംഗ് അവിടുന്ന് കംപ്ലീറ്റ് ആയി. അജ്മൽ പറയൂ. ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കുന്ന അക്കൗണ്ടിങ് ആണ്. പറഞ്ഞു കേൾക്കുണ്ടാവും. അക്കൗണ്ടിങ് അതൊക്കെ കേൾക്കും. നമ്മള് കോട്ടൊക്കെ തന്നെ പറപ്പ് റോട്ടിൽ IBS അക്കാഡമി പ്രമോഷൻ. IBS അക്കാഡമി എന്നൊന്നും അറിയില്ല. അക്കാഡമി ഞാൻ പഠിക്കുന്നുണ്ട്. അതെ അതെ, നാളെ എല്ലാരും അവിടെ ചെല്ലി രാവിലെ. ആരും പേരൊന്നും വേണ്ട. ഓക്കെ, സിംഗിളും അതൊക്കെ ലാസ്റ്റ് പറഞ്ഞാ പോരെ. അത് ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞു കേട്ടോ. റയർ സാധനം. ഏജ് പറഞ്ഞു. അപ്പൊ ഇനിയുള്ളത് ഫാമിലി പ്ലേസ് എന്താ പഠിക്കുന്നത്? പ്ലേസ് എവിടെ? ഞങ്ങള് കോട്ടക്കൽ ചങ്കുവെട്ടി. കറക്റ്റ് പറഞ്ഞുതരാം. ഷാഹിദ് പറയും. ഞാനാണെങ്കിൽ മൂത്തത്. തളർത്തല്ലടാ, ഞാൻ ഒരു വൈബൈ പൊലിവായി ഒരു വരുന്നുണ്ട് കൂടെ. ഞങ്ങളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കോട്ടക്കൽ ചങ്കുവെട്ടി കുണ്ടുണ്ട്. അതായത് ഒരു മിംസ് ഒക്കെ ഉണ്ട്, മിംസ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അതിന്റെ താഴത്തായിട്ട് ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് ചങ്കുവെട്ടി കുണ്ട്. ഇവിടത്തെ ആൾക്കാരെന്ന് വെച്ചാൽ ഇൻസ്റ്റ ആയിട്ട് വളരെ ബന്ധം കുറവാണ്. പിന്നെ ഞങ്ങളെ ഒഡീസിന്റെ ഒരു വീഡിയോ കത്തിയിട്ട് പോലും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ ഇത് അറിഞ്ഞു തുടങ്ങിയത്. തന്താള് നല്ല നാട്ടുകാർ കാണും. അല്ലാതെ ഞങ്ങളെ കുറിച്ച് ഇവിടെ ആർക്കും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞാല് അതന്നെ. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് ആൾക്കാർ അങ്ങനെ അറിയൽ തുടങ്ങി. പിന്നെ വന്നത് ഞാൻ അടുത്ത് നോക്കാം. നിങ്ങളുടെ വീഡിയോ സൂപ്പറാണ്. അതുണ്ടാവും. താങ്ക് യു. ഞങ്ങള് അജ്മല് പണ്ട് എങ്ങനെ വെച്ചാല്, ഞാൻ വീഡിയോക്കും വേണ്ടി ആദ്യം പറഞ്ഞ വലിയ മടിയേനു. എനിക്ക് കുറച്ച് നല്ല മടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് അഭിനയ സിംഹാണ്. ഇങ്ങൊക്കെ വരുന്ന വീഡിയോ കാണണം. അഭിനയ സിംഹം. അല്ലോ ഇനീഷ്യൽ അത് പറഞ്ഞു ഗൈസ്. അങ്ങനെ പിന്നുള്ളത്, നിങ്ങൾ പാലക്കാട് വരുന്നുണ്ടോ? പാലക്കാട് ഇപ്പടുത്ത് എന്തായാലും ഞാൻ ആദ്യം അങ്ങോട്ട് വരാൻ നീന്നി ചെറിയൊരു ജോബിന്റെ ആവശ്യത്തിന്. പിന്നെ ഇൻഷാ അല്ലാ നാട്ടിൽ ഏകദേശം റെഡി ആയതുകൊണ്ട് ഇനിയിപ്പോ അങ്ങോട്ട് ഒരു വരാന് പ്ലാൻ ചെയ്യണില്ല അല്ലെ. ഇൻഷാ അല്ലാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വരാം. അതാണ് നല്ലത്. അജ്മൽ അടുത്ത ചോദ്യം വായിക്കൂ. സായിദിന്റെയും അജ്മലിന്റെയും ഹൗസ് അടുത്താണോ? വീട് അടുത്താണ്. ഏകദേശം നിങ്ങൾക്ക് മീറ്ററിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. 10 രൂപ വരെ കഴിഞ്ഞിട്ട് 10 രൂപ വരെ കഴിഞ്ഞിട്ട് അത്ര ബന്ധം. 10 രൂപ വരെ ഉണ്ടാവില്ലല്ലോ. ആ ഭാഗത്തേക്കൊന്നും പെരാൾ കുറവല്ലേ. ഒരു 8-10 പേരാ, 10-12 പേരാ. ഇവിടെ അടുത്ത് തന്നെയാണ്. എപ്പോഴും ഇവിടെ വണ്ടി വരും. വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോ പെരീക്ക് വരും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചെറിയ പ്രായം എൻജോയ് ചെയ്യാ, ലൈഫ് എൻജോയ് ചെയ്യാ. ഇതന്നെ ഒരു പണി. ചോരത്തളപ്പ് കണ്ടിന്യൂ ചെയ്യോ? എടാ ചോരത്തളപ്പ് എന്താ വെച്ചാല് ആഗ്രഹം ഉള്ളതുകൊണ്ട് അല്ല, ആഗ്രഹം ഇല്ലാത്തോണ്ടല്ല. ഒരു പെർഫെക്റ്റ് ഒരു ഇത് കിട്ടണില്ല. അതിന്റെ തീം എന്താ ഞാൻ പറഞ്ഞത്. എന്നും വരണു, ജിമ്മിന് വരണു, വെറുതെ ഇങ്ങനെ ഊക്കണും മുക്കണും. അതുകൊണ്ടാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ വിട്ടത്. പിന്നെ അമ്മക്കും ജോലിയുണ്ട്. ഞങ്ങൾ വെറുതെ വീട്ടിൽ ചൊറി പിടിച്ചിരിക്കല്ല. അൻഫാസിക്കായിട്ട് എങ്ങനെ ഫ്രണ്ട്സ് ആയത്? അത് ഞങ്ങള് പക്ഷെ ഞാൻ ഓൾറെഡി ഓന്റെ മോഡലിംഗ് കമ്പനിയിൽ ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ ടച്ച് ഉണ്ട്. ഞങ്ങള് ഫ്രണ്ട്സാണ്. ഞാനും അൻഫാസും അങ്ങനെ ബന്ധമാണ്. ഞാനും ഒട്ടുമിക്ക എല്ലാ ബല മോഡൽ ടീമുള്ളവരൊക്കെ ബന്ധമാണ്. ഞങ്ങൾ ന്യൂ ഇയറിന് ഒരു പരിപാടിക്ക് പോയിരുന്നു. മോട്ടർ ഒക്കെയാണ് നമുക്കൊന്ന് ന്യൂ ഇയറിന് കോഴിക്കോട് പോയാലേ. എന്താ വിളിച്ചത് എത്ര വയസ്സിൽ കൂത്തതാ? ഇവനൊന്ന് മോട്ടറൊക്കെയാണ്ട് കോഴിക്കോട്ട് പോയതാണ്. ഞാനന്ന് ഫോൺ എടുത്ത പൊലിവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് കോഴിക്കോടേക്ക് പോയി. അവിടുന്ന് പിന്നെ ന്യൂ ഇയർ വീഡിയോ എടുത്ത്. അന്നാണ് ഞാൻ അൻഫാസിന, അതേമാതിരി അതുലിന, അങ്ങനെ പിന്നെ പല മോഡൽ ടീമുള്ള കുറെ ആൾക്കാരെ ഞാൻ അവിടുന്ന് അങ്ങനെ സീരിയസ് ആയിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങനെ നമ്മളുടെ ബന്ധം ഇടക്ക് ഇങ്ങനെ വല്ലപ്പോയൊക്കെ പോകുമ്പോ ചട്ടി നോമ്പ് ഉണ്ടാക്കി. പിന്നെ കൊച്ചി പോക്ക് അലാക്കിന്റെ അത് ഫുള്ള് അണ്ടർടേക്ക് കേട്ടാ. ഞാനൊരു കൈവേറി തന്നെ കേട്ടാ. എന്താ ചെയ്യാ, ദുആ ചെയ്യാ. നിക്കട്ടാ മുടി റെഡി ആക്കട്ടെട്ടാ. ഓക്കെ, തന്തന്റെ ഒരു നല്ല ഇപ്പൊ ഇടക്കിടക്ക് ഇന്നെ താങ്ങൂടും. ഇവന് എന്ത് 23 വയസ്സായി. 22 ഇങ്ങനെ കൂടുതൽ പറയണേ.
ഞാൻ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ ഇപ്പൊ കാണിച്ചു രാജോ. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താ 2002. ഓക്കെ 2003 മാസം കൊണ്ട് ഷാഹിദ് ആയിട്ടില്ല. പിന്നെ നിങ്ങൾ എന്ത് എത്ര പടി ഇവർക്ക് അത് പഠിച്ചിന് അടക്കല്ലേ. ഇന്റെ കല്യാണത്തിന് ഓസിക്ക് നം 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 അടിക്കാനുള്ള ഇതേക്കാരോ. അടിക്കണ്ടല്ലോ. കമ്മിറ്റഡ് ലാസ്റ്റ് പറയല്ലേ. പ്ലേസ് പറഞ്ഞു, നിങ്ങളുടെ പ്ലേസ് എവിടെ, വീട് എവിടെ, വീട് പറഞ്ഞു, ഏജ് ഒരേ ക്വസ്റ്റ്യൻ നേടാ കൊറേ ഉള്ളത്. എന്ത് ചെയ്യുന്നു, പഠിക്കാണോ, അതുപോലെ വീട് എവിടെയാണ്, കോട്ടക്കലിൽ എവിടെ, കോട്ടക്കല് കറക്റ്റ് ചങ്കട്ടിക്കൊണ്ട്. അതായത് സോഷ്യൽ മീഡിയ ആയിട്ട് വലിയൊരു തെളിച്ചം വെക്കാത്ത നാടാണ് ഞങ്ങളത്. സീരിയസ് ആയിട്ട് പറയാലോ. ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ നാട്ടുകാരെ കൊണ്ട് ഞങ്ങക്ക് യാതൊരു ശല്യവും ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. അത് സത്യമായിട്ടുള്ള കാര്യം. ഉള്ളത് ഉള്ള പോലെ ഞങ്ങൾ പറയും. നിങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്? എന്തത് 5 കൊല്ലം. 5 കൊല്ലം ഉണ്ടോ? 5 കൊല്ലം ഉണ്ടാവും ഏകദേശം. ഒരു ഞാനിന്റെ ഒരു 12 ഒരു 4 കൊല്ലം കൂട്ടാം. ഒരു 4 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതിൽ ഒന്നും കൂടി സ്ട്രോങ് ആയത് 2 കൊല്ലത്തിന്. അതായത് ഞങ്ങള് വീഡിയോ കാര്യങ്ങളൊക്കെ 2020 ഇവന് വീഡിയോ എടുക്കാൻ നല്ല വൈബാണ്. അങ്ങനെ ഇവന്റെ എനിക്ക് മറ്റേ സങ്കട കണ്ടന്റോ സങ്കട വീഡിയോ ഒക്കെ ചെയ്യാൻ ഇഷ്ടം. ഇവന്റെ മോട്ടറാക്കി ഷാഹിദ വ്ളോഗ് അതെ നന്ദി എനിക്ക് പറയും. ഒരു എയർപോർട്ടിൽ പോകും വീഡിയോ ഇവിടെ ചടിയിട്ടാ. ഓക്കെ അജ്മൽ സിംഗിൾ അതൊക്കെ കഴിഞ്ഞു. പ്ലേസ് അജ്മൽ എല്ലാം ഷോർട്ട് എന്താ എല്ലാരും ഒരു ഹേയ്താ അജ്മൽ ഇഷ്ടപ്പെട്ട കളർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്തോടാ കമന്റ് അജു ഒരു കാര്യം ചോദിക്കട്ടെ, ഈ എന്റെ വീഡിയോസിന് താഴെ കമന്റിന് റിപ്ലൈ കൊടുക്കുന്ന പെൺകുട്ടി ആരാ? എന്റെ വീഡിയോസിന് കമന്റിന് റിപ്ലൈ യൂട്യൂബിലാ? അതൊക്കെ ലാസ്റ്റ് അതൊക്കെ ഉണ്ട്. ഇല്ലാതെ അജ്മൽ കമന്റ് റിപ്ലൈ കൊടുക്കൂല. അജുവിനും ഷാഹിദിനും എങ്ങനെ ഫ്രണ്ട്സ് ആയി പറഞ്ഞു. നിങ്ങളെ രണ്ടാളെയും ക്രഷ്. ഞങ്ങൾക്ക് ക്രഷ് ഇല്ല, ഷാഹിദിനും ക്രഷ് ഇല്ല. അതെ സോലിയത്തേക്കന്മാരാണ്. ബ്രദർ അത് കൂടുതൽ ആള് ചോദിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ഓൾസോ നിങ്ങളുടെ രണ്ടാളുടെ ബിഗ് ഫാൻ. ഓൾസോ മൈ നെയിം റുഷ്ദ. നന്ദിയുണ്ട് ഇത്രയും വലിയ ചോദ്യം ചോദിച്ചേര്. എടാ കൊറേ ആക്കളുടെ ഡൗട്ട് ഉണ്ട്. ഞങ്ങള് ഫ്രണ്ട്സ് അല്ല, ഞങ്ങള് കസിൻസ് ആണോ, ഞങ്ങള് ബ്രദർ അങ്ങനെയാണോ? പറഞ്ഞു കൊടുക്കൂ. ബെസ്റ്റ് ഫ്രണ്ട് അത്രേ ഉള്ളൂ. വേറെ എന്തത് വെക്കാൻ ഈ മൂന്ത നോക്കിട്ട് പറ. ഈ കൊരങ്ങനിട്ട് എനിക്ക് ചേരോ? ഇത്രയും ലുക്കുള്ള ഞാന് ഈ അല്ലല്ലോ അറിയില്ല ഗൈസ്. എന്താ പോടാ. ഇനി ബാക്കിയുള്ള മെയിൻ ചോദ്യത്തിൽ കിടക്കാം. അപ്പൊ ഏകദേശം ഡീറ്റെയിൽസ് അങ്ങോട്ട് കിട്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തമ്മിൽ എത്ര വർഷത്തെ ഫ്രണ്ട്സ്? അജ്മൽ സിംഗർ. നിങ്ങളെ രണ്ടാളെയും എടുത്ത് സ്കൂളിൽ നിന്ന് പഠിച്ചത്, നിങ്ങൾ രണ്ടാളും ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഏജ് അജ്മൽ MSMലാണോ പഠിച്ചത്, അതോ ഓനെ കണ്ട പോലെ ഉണ്ട് അന്നൊക്കെ ഓനൊരു ചോട്ടായിരുന്നു? സത്യം ഞാൻ MSMലാ പഠിച്ചത്. കൽപ്പകഞ്ചേരി സ്കൂള് മേള. നിങ്ങള് അവിടെ ചേരണ്ട, അതേ പറയാനുള്ളൂ. പറയാൻ കാരണം അത്രയ്ക്ക് അലമ്പ് കെട്ട സ്കൂളാണ്. ഫാമിലി ചോദിക്കണ്ട അജ്മലെ. ഇന്റെ ഫാമിലി ഞാൻ പറഞ്ഞുതരാം. ഞാന്, ഇമ്മ, ഒരു പെങ്ങള്, ലിറ്റിൽ ഫാമിലി, 3 ആളുള്ളൂ. ഇപ്പൊ ഇല്ല, ഇപ്പൊ മരിച്ചേക്കണു. അപ്പൊ ഞങ്ങൾ 3 ആളേ ഉള്ളൂ. എൻജോയ് ലൈഫ്. അജ്മലിന്റെ ബിഗ് ഫാമിലി. പറയൂ. ഇമ്മ, ഇപ്പ, താത്ത, 3 പെങ്ങന്മാര്. 3 പെങ്ങന്മാര്. അനിയൻ ഒരു അനിയൻ. അച്ഛ ബട എന്താ പറയാ, കൂട്ടുകുടുംബം. നല്ലൊരു വലിയ ഫാമിലി. അതിലുള്ള ഓമന പുത്രൻ. അതാണ് ഇങ്ങനെ സെലിബ്രിറ്റി ആയപ്പോൾ ഉള്ള മാറ്റങ്ങൾ. നിങ്ങൾ വിചാരിച്ച ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടാക്കി. പക്ഷെ അല്ല, ഇതാ നീട്ടി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ചു തരാം. കണ്ട കൊറേ ചോദ്യം ഉണ്ട്. സെലിബ്രിറ്റി ആയപ്പോഴുള്ള മാറ്റങ്ങൾ. എടാ മാറ്റം എന്ന് പറയാ ആദ്യം എനിക്ക് ഭയങ്കര പൊലി വരും, സത്യം പറയാലോ. അതായത് എങ്ങോട്ടേ പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മളിങ്ങനെ നോക്കണു, 4 ആള് കാണുന്നു, ഞങ്ങള് ഫോട്ടോ എടുക്കണു. പൊലി അങ്ങനെ പൊലി കൂടി. ഇപ്പൊ വലിയ ഓവർ പൊലിവൊന്നുമില്ല. അപ്പൊ ശീലമായി.
പിന്നെ രണ്ടാളും അറിയും പുറത്തേക്ക് ഇറങ്ങിയാല് പ്രത്യേകിച്ച് ഞങ്ങൾ കോട്ടക്ക് നെക്സ്റ്റ് വരെ എന്താ പരിപാടി വെച്ചിട്ട് പറഞ്ഞുതരാം. ഞങ്ങള് ലാസ്റ്റ് അങ്ങനെ എന്താ പറയാ എന്താ ചോദിച്ചെന്തേലും ആ സെലിബ്രിറ്റി ആയപ്പോ ഞാൻ പറഞ്ഞ ഇവന് നല്ല മടിയാണ്. എനിക്ക് മടിയാണ്, എനിക്ക് ആൾക്കാരെ സത്യം എനിക്ക് ജാടുണ്ടായിട്ടില്ല. അടങ്ങള് മനസ്സിലായി ജാട. ഇവന് ഭയങ്കര ആൾക്കാരെ മൂത്തം ഞാൻ അറിയപ്പെടുന്ന മുന്നേ ഇവരെ കുറെ ആൾക്കാരാണ്. കാരണം ഇവന്റെ ഫേസ് കുറച്ച് വെറൈറ്റി ഫേസ് ആണ്. അതായത് ഒരട്ട കണ്ടാൽ ആരും മറക്കൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഫേസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവൻ ഇന്നാളെ ഇവിടെ നാർച്ചക്ക് പോയല്ലോ. എന്നിട്ട് ഏതാ കുട്ടിയാന്ന് ചോദിച്ചു, അജ്മലിക്കല്ലേ ഇത്. എന്നിട്ട് നാർച്ചക്ക് എന്താ ചോറേക്കാതെ വണ്ടി ചെയ്തു അങ്ങനെ എന്തോ ഞാൻ കേട്ടു. അത് ഒരു ടീം മോനെ. ലാസ്റ്റ് ഈ ഒരു 2 മാസമായിട്ട് പുറത്തു പോകുമ്പോഴൊക്കെ ഫോട്ടോ എടുക്കുന്നു. അത് രസമാണ്. ഞാൻ പിന്നെ അങ്ങനെ തളക്കും. ഇവന് പെണ്ണുങ്ങളെ കടിയാണ് അല്ലാണോ ആ കടിയില്ല ഫോട്ടോ എടുക്കാൻ. എനിക്കത് ഭയങ്കര രസം. ഞാൻ സീരിയസ് ആയിട്ട് പറയാലോ, 2-3 മാസം നല്ലോണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ കുറച്ചൊക്കെ ഞാൻ എൻജോയ് ചെയ്യും. അത് അങ്ങനെ എൻജോയ് ഇല്ല, ഒരു മാന്യമായ ഫോട്ടോ എടുക്കാം സുഖല്ലേ. അങ്ങനെ ജസ്റ്റ് ഞാൻ ചോദിക്കുന്നു, വേറെ സീനൊന്നും ഇല്ല. ഡീൽ ദാറ്റ്. അജ്മൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഡെയിലി വ്ളോഗ്സ് ഇടാമോ? നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്നും വിടും. എന്നും വിടാം. ഞാൻ വെറുതെ ഇരിക്കണ്ടേ? വെറുതെ ഇരിക്കൊന്നും വേണ്ട, അയച്ചാൽ വിട്ടുകൂടെ അവിടുന്ന്. അതെ, ഞങ്ങള് ഇടാം ഇൻഷാ അല്ലാ. നോക്കട്ടെ, സെറ്റ് ആക്കാം. പിന്നെന്തൂട്ടാ വീട് പഠിക്കാണോ? ശരിക്കും എഴുതിക്കണേനുല്ലേ ഇത് അങ്ങനെ ശരിയായി ഒരു വൈബിന്. അല്ല അങ്ങനെ ചോദ്യം 2 ഏജ്. നെക്സ്റ്റ് ആയിട്ടുള്ള ബന്ധം പറഞ്ഞാലോ? നെക്സ്റ്റോ ആയിട്ട് ഒരു ബന്ധമില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നെക്സ്റ്റ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാന് ഒരു കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആസ് എ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോ. പിന്നെന്താ വെച്ചാൽ ഞങ്ങളെ വീടിന്റെ അടുത്ത് ഒന്ന് ആകപ്പാടുള്ള ഒരു വലിയ സമ്പത്ത് എന്താണ് ഒരിക്കൽ പൊലിവ അവിടെ ആകപ്പാടുള്ള നല്ലൊരു ഹൈപ്പർ ഇപ്പോ ഹൈപ്പർ മാർക്കറ്റ് ഞങ്ങളെപ്പോഴും എ സി ഉള്ള സത്യമായി മറുപടികൾ ആരും അറിയില്ല. എ സി കൊള്ളാൻ പോകുന്നു അങ്ങനെ അല്ലാതെ കൂടുതൽ ഞാൻ കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്തിട്ട് ആ ഒരു ബന്ധം ഉണ്ടാവും. പിന്നെ കാര്യമായിട്ടില്ല, പോണു എ സി ഉള്ളു പോരുന്നു അങ്ങനെ കുറച്ച് പരിപാടികൾ അല്ല ഒന്നും ഇല്ലല്ലേ. ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി കമ്മിറ്റഡ് റിലേഷൻ സ്റ്റാറ്റസിലോട്ട് കിടക്കാം. അപ്പൊ മൊത്തത്തിൽ നോക്കിയോ വേറെ എന്തെങ്കിലും സിബ്ലിങ്സ് ഒക്കെ അജ്മലിന് സിബ്ലിങ്സ് ഒക്കെ ഉണ്ടോ? ഉണ്ടോ? സിബ്ലിങ്സ് ഉണ്ട് പറഞ്ഞില്ലേ? സിബ്ലിങ്സ് ഉണ്ട്. എനിക്കൊരു പെങ്ങളുണ്ട്, അത് സിബ്ലിങ്സ് അല്ലേ? എനിക്കറിയാം, നോക്കിയതാണ് ഞാൻ, ടെസ്റ്റ് ചെയ്താണ് ബ്രോ. അറിയില്ല ഇത്രയും വലിയ വിദ്യാഭ്യാസമുള്ള ഞാൻ പറയാം പോടാ മോനെ. എഡ്യൂക്കേഷൻ സ്പെല്ലിംഗ് എഡുപോട്ട്. എത്ര കോളേജുകൾ ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്, എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ല ഏത് പൊട്ടനും ചെയ്യാൻ പ്രൊമോഷൻ. കഴിവുള്ള കഴിവിന് ഐഡിയ ആരോ വരണ്ടേ. ഞാൻ ടീം പറയും ഇവന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യും, അത് പുതിയ കണ്ടന്റ് ആക്കി ഞാൻ കൊടുക്കും. ഞാൻ ഒരു ടീം പണ്ടത്തെ തന്തവൈപ്പ് സാധനം പറഞ്ഞുതരും, അത് ഇപ്പത്തെ ജനറേഷന് പറ്റിയ രീതിയിൽ ഞാൻ ആക്കി കൊടുക്കല്. പിന്നെ കുറച്ച് എഡിറ്റിംഗ് എന്റെ കൈപാട്, എഡിറ്റിംഗ് ഇപ്പോഴും പെർഫെക്റ്റ് അല്ലല്ലോ ഗൈസ്. നിങ്ങൾ പറയും തൊള്ളടാൻ പിന്നെ കൊണ്ടും പറ്റും. കൂടുതൽ കൊണക്കണ്ണ എന്ത് തരാല്ല. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, എന്നും കോട്ടകൾ നെസ്റ്റൽ ഉണ്ടോ? ഞങ്ങൾ എന്നും മാസത്തിൽ കഴിക്കണ അല്ലെങ്കിൽ ആഴ്ചയിൽ പോകും, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പോകുള്ളൂ. ചിലപ്പോ ഒരു 3.5 വിട്ട് പോകും. 2 കല്യാണം ഡേറ്റ് എന്നാ അത് പറ. അതാണ് മെയിൻ. ഇന്റെ കല്യാണം ഇൻഷാ അല്ലാ ഈ വരുന്ന മെയ് 32. ഈ വരുന്ന മെയ് 32 എന്റെ കല്യാണം. എല്ലാരും വരണം. നമുക്ക് ഞാൻ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ലൊക്കേഷൻ മെയ് ഉള്ളിൽ മെയ് 32. ആരും മറക്കണ്ട. ഓക്കെ, അതെനിക്കറിയില്ല, ഞാൻ കണ്ടു ആ ചോദ്യം. ഇപ്പൊ തുറക്കല്ലേ വീഡിയോ എടുക്കാണ്, യൂട്യൂബ് കോളാണേ. പേടിച്ചു പോയി. സിമ്പിൾ. നിങ്ങൾക്ക് നിങ്ങൾ രണ്ടാളും ഒരേ പൊരക്ക് തന്നെ നിക്കുന്നേ, രണ്ടാളും ഒരേ പൊരക്ക് തന്നെ നിക്കണേ. വീഡിയോ എടുക്കാനല്ല, അതാ വേറെ ആയുള്ള ബന്ധം പാടില്ല, വേറെ ബന്ധങ്ങളില്ല. ഇപ്പൊ ആള് ശരിയല്ല, നല്ല ഇക്കാരാണ്, അങ്ങനെയല്ല.
ഏജ് പറഞ്ഞു. ഇനി നമുക്ക് ആ മാസ്കരികമായ ചോദ്യത്തിലോട്ട് കടന്നാലോ? നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്. ആ, നിങ്ങൾക്ക് എന്നും കോട്ടകൾ വീഡിയോ ലാഗാവണില്ലല്ലോ. നിങ്ങൾ വെറുതെ കണ്ടോളി. നെറ്റ് പോകണ്ടെങ്കിൽ ക്ലിയർ കുറച്ച് കണ്ടാൽ മതി. സെറ്റിങ്സ് പോവാ. 360 ഉള്ളത് 144p ഇട്ടാ മതി. നെറ്റ് ലാഭിക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ ലാസ്റ്റ് ചോദ്യം എടുക്കല്ലേ. ഇനി ഞങ്ങളുടെ റിലേഷൻ വീഡിയോ സൂപ്പറാണ്. റിലേഷൻ സ്റ്റാറ്റസിലോട്ട് നടക്കാണ്. അപ്പോ എല്ലാരും ആഗ്രഹിച്ചതോ ഞങ്ങൾ പറയാൻ പോകുന്നതുമായ കാര്യങ്ങൾ ഫസ്റ്റ് അജ്മൽ പറഞ്ഞോ. ഫസ്റ്റ് ഞാൻ അറിയില്ല. ഫസ്റ്റ് അജ്മൽ പറയണം. ഇല്ല ഇല്ല ഫസ്റ്റ് അജ്മൽ പറയണം. ഞാൻ അറിയില്ല. അതെ ഷാഹിദ് പറയും. അജ്മൽ ഷാഹിദ് കമ്മിറ്റഡ് ആണോ കൂടുതൽ ചോദ്യം വന്നത്? ആ ഷാഹിദിനാണ് എല്ലാവർക്കും ആവശ്യം. ഷാഹിദ് പറയണം. ഈ പോത്ത് പോലെ വളർന്ന ഷാഹിദിന് ആർക്കും ആവശ്യം? എല്ലാവർക്കും ആവശ്യം യുവാക്കളെ. ഷാഹിദ് പറയും. ഓക്കെ ഞാൻ പറയാം. അൽഹംദുലില്ലാഹി ഇല്ലദി. ഓക്കെ, ഷാഹിദിന്റെ റിലേഷൻ സ്റ്റാറ്റസ്. അപ്പോ ഫൈനലി ഷാഹിദ് കമ്മിറ്റഡ് ആണ്. അൺഫോളോ 10,000 എല്ലാരും അൺഫോളോ ചെയ്തു. പെരിമോട്ടെ എന്നൊക്കെ ആര് അൺഫോളോ ചെയ്യണേ? താങ്ക് യു. എന്നൊക്കെ ആര് ഫോളോ ആക്കണല്ലെങ്കിൽ ഞാന് കമ്മിറ്റഡ് ആണ്. ഞാൻ വീഡിയോ ഷാഹിദ് കമ്മിറ്റഡ് ആണ്. കമ്മിറ്റഡ് ആയിട്ട് അത്ര കാലൊന്നും ആയിട്ടില്ല. ഏറിപ്പോയാൽ 1.5 മാസമാണ് കമ്മിറ്റഡ് ആയത്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ വലിയ താല്പര്യമില്ല. കാരണം ഞങ്ങൾ കമ്മിറ്റഡ് ഇപ്പൊ ആയിട്ടല്ലേ ഉള്ളൂ. ഇവിടെ 4-5 കൊല്ലം കമ്മിറ്റഡ് ആയ ആൾക്കാരുകൾ അപ്പോൾ ബാക്കി ഇരിക്കുമ്പോൾ 4-5 കൊല്ലം കൊടുന്നോട്ടൊരു അയപ്പിന് കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറയും. ഇന്ത്യ തീർന്നിട്ട് എജായിടെ പറയാ. അപ്പോ ഷാഹിദ് കമ്മിറ്റഡ് ആണ്. വീട്ടിൽ പറയടെ കറക്റ്റടാ. അപ്പോ നല്ല കുട്ടീനെ കിട്ടിയത്. കുട്ടി എന്തായാലും ഈ വീഡിയോ കാണും. ഇൻഷാ അല്ലാ വിധിച്ചിട്ടുണ്ടെങ്കില് ഞാൻ അവളെ കെട്ടുന്നതായിരിക്കും. പൊക്കി പറയും നിന്നെ കുറിച്ച് 2 വാക്ക് അജ്മൽ പൊക്കി പറയും കുട്ടിക്ക് വേണ്ടി. ഷാഹിദിന് പറഞ്ഞാല് തലക്കടിച്ചു പ്രേമിക്കാനുള്ള കഴിവില്ല. എല്ലാ ടിപ്സും പറഞ്ഞെടുക്കണ ഞാനാണ്. അല്ലെങ്കിൽ ഒട്ടെറിഞ്ഞ് പോയിന് വളെ എന്തൊക്കെയാ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിന്ന്. അങ്ങനൊന്നും പറഞ്ഞില്ല. ചെച്ചാണ് പരമ ചെച്ചാണ്. മെസ്സേജിന്റെ റിപ്ലൈ ഇരുന്നില്ല. എനിക്കായിട്ടൊരു ബെസ്റ്റ് ഫ്രണ്ട് അജ്മലുള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഞാൻ അവനോട് ഡിസ്കസ് ചെയ്ത് ഭയങ്കര സപ്പോർട്ട് ആ കാര്യത്തിൽ ചെക്കന് ഞാൻ ഇടക്കിടക്ക് കുനാഫ ചോക്ലേറ്റ്, ഇടക്കിടക്ക് മന്തി, ഇടക്കിടക്ക് ഒക്കെ ഒരു പച്ച വള്ളം വേങ്ങി തന്നിട്ടില്ല. അതിന്റെ വീഡിയോ നോക്കിയാൽ കാണാം. ഇനി അജ്മലിനെ കുറിച്ച് അജ്മൽ കേരി എന്ന് പറയൂ നിങ്ങളുടെ കാര്യങ്ങൾ. ഞാൻ കുറച്ച് ബാക്ക് ഇറക്കാം. ഇന്റെ എന്താ പറയാൻ, ഞാനും കമ്മിറ്റഡ് ആണ്. അത്രേ ഉള്ളൂ. എത്ര നിങ്ങൾ റിലേഷൻ തുടങ്ങി? റിലേഷൻ ആയിട്ട് 2 കൊല്ലം. വലിയ സ്നാപ്പ് പരിചയം 2 4 കൂട്ടി പറഞ്ഞു 4 3.5 കൊല്ലം. 3.5 കൊല്ലം ഉണ്ട്. എനിക്കറിയണാണ്. പേര് പറയണ? പേര് പറയില്ല. സ്ഥലം പറയണം. പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ ഞാൻ പറയുന്നത്? ഇൻസ്റ്റാഗ്രാം തുറന്നാല് യൂട്യൂബ് തുറന്നാല് ഒക്കെ ഉണ്ട്. ഇപ്പൊ റീപ്ലൈ കൊടുക്കണത് ഒക്കെ തന്നെയാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടി എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോ അത്രേ ഉള്ളൂ. കാര്യങ്ങൾ ഹൈറായി നടക്കട്ടെ. ഇനി ഒരു എന്റെ വീഡിയോ കാണോ? നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചോദിക്കാണ്ടോ? വ്ളോഗ് ഇനി കണ്ടിന്യൂ ചെയ്യണോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പൊ ഓക്കെ എന്നാ. ഭീകരല്ലേ ഇവനെ ഏതാ? അപ്പൊ ഓക്കെ എന്നാ ബൈ.